നമസ്കാരം. ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം അധ്യായം 3 21 തുടങ്ങി 32 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 21. തദാതു മുനയസ്തത്ര ശിവദർശനലാലസാഃ ആദിങ്മുരധുതാൻ ദൃഷ്ട്വാ ഗിരിജാവ്രീഡിതാഭവത്. ഇള പുരുഷപ്രജയായി തീർന്ന കാര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞുവല്ലോ. അതിന് സുദ്യുമ്നൻ എന്ന പേരുമിട്ടു. ആ സുദ്യുമ്നൻ യൗവനം പ്രാപിച്ച് ഒരു ദിവസം നായാട്ടിനായി വനത്തിലേക്ക് പോയപ്പോൾ അവിചാരിതമായി ഹിമാദ്രിയുടെ അടിവാരത്തുള്ള ഒരു വനത്തിൽ എത്തിച്ചേർന്നു. അവിടെ ഭഗവാൻ ശിവൻ അപർണയോടൊത്ത്, അത് പാർവതി തന്നെ വേറൊരു നാമത്തിൽ അറിയപ്പെടുന്ന, വിഹരിച്ച സ്ഥലമായിരുന്നു. അവിടെയാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. 21 ശ്ലോകത്തിൻ്റെ അർത്ഥം: അങ്ങനെ ഭഗവാൻ ശങ്കരൻ വിഹരിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ ദർശിക്കാനുള്ള താൽപ്പര്യത്തോടെ ഏതാനും മഹർഷിമാർ ആ സ്ഥലത്തേക്ക് വന്നു. ഗിരിജ അവരെ കണ്ട് അത്യന്തം ലജ്ജിച്ചു. ശ്ലോകം 22. രമമാണൗ തുതൗ ദൃഷ്ട ഗിരിശൗ സംസൃതവ്രതാഃ നിവൃത്താ മുനയോ ജഗ്മുർ വൈകുണ്ഠനിലയം തദാ. ക്രീഡാനിരതരായിരിക്കുന്ന അവരെ ഇരുവരെയും കണ്ട ആ സംയമികളായ മഹർഷിമാർ അപ്പോൾ തന്നെ വൈകുണ്ഠലോകത്തേക്ക് പോയി. അവരുടെ ക്രീഡയ്ക്ക് ഭംഗമുണ്ടാക്കാതെ അത് കാണുന്നത് ലജ്ജാകരവും പാപവുമാണെന്ന് മനസ്സിലാക്കിയ മഹർഷിമാർ വൈകുണ്ഠലോകത്തേക്ക് തിരിച്ചുപോയി. ശ്ലോകം 23. പ്രിയായ പ്രിയമന്വിച്ഛൻ ശിവോരണ്യം ശശാപഃ അദ്യാരഭ്യ വിശദ്യോത്ര പുമാൻ യോഷിത് ഭവേദിതി. തൻ്റെ പ്രിയപത്നിയുടെ പ്രിയമനുസരിച്ച് ശിവൻ ആ വനത്തെ ശപിച്ചു. ഇന്നു മുതൽ ഈ വനത്തിൽ പ്രവേശിക്കുന്ന പുരുഷൻ സ്ത്രീയായി ഭവിക്കും. പക്ഷേ ഈ മഹർഷിമാരുടെ അവിടുത്തെ ആ ഒരു വരവ് ഭഗവാൻ ശിവനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അദ്ദേഹം അവിടെ വരുന്നവരാരായാലും ഉടനെ സ്ത്രീയായി തീരട്ടെ എന്ന് ശപിച്ചു. ശ്ലോകം 24. തത്ര ആരഭ്യതം ദേശം പുരുഷാ വർജയന്തി തത്ര പ്രവിഷ്ട സുദ്യുമ്നോ ബിഭൂവ പ്രമദോത്തമാ. അന്നു തുടങ്ങി ആ പ്രദേശത്ത് പുരുഷന്മാർ ആരും കടക്കാറില്ല. ആ വനപ്രദേശത്താണ് സുദ്യുമ്നൻ കഷ്ടകാലത്തിന് എത്തിച്ചേർന്നത്. പ്രവേശിച്ച ഉടൻ അദ്ദേഹം അതിസുന്ദരിയായ ഒരു സ്ത്രീയായി മാറുകയും ചെയ്തു. ശ്ലോകം 25. സ്ത്രീഭൂതാനനുഗാനശ്വം ബഡവാം വീക്ഷ്യ വിസ്മിതഃ അഥ സാ സുന്ദരീയോഷ വിചചാര വനേ വനേ. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനുജന്മാരെയും പെൺകുതിരയെയും അദ്ദേഹം നോക്കുമ്പോൾ അവരും സ്ത്രീകളായി മാറിയതായി കണ്ടു. സുന്ദരിയായി മാറിയ സുദ്യുമ്നൻ പിന്നീട് വനങ്ങൾ തോറും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ശ്ലോകം 26.
ഏകദാ സാ ജഗാമാധ ബുധസ്യാശ്രമസന്നിധൗ ദൃഷ്ട്വാ താം ചാരു സർവാംഗിം പീനോന്നതപയോധരാം. അങ്ങനെ സഞ്ചരിക്കവേ ഒരിക്കൽ അവൾ ബുധൻ്റെ ആശ്രമത്തിൻ്റെ അരികിലെത്തി. തടിച്ചുയർന്ന സ്തനഭാരം പേറുന്ന സർവാംഗസുന്ദരിയായ അവളെ കണ്ട് ഭഗവാൻ ബുധൻ പ്രണയപീഡിതനായി തീർന്നു. ശ്ലോകം 27. ബിംബോഷ്ടിം കുന്ദദശാനാം സുമുഖീമുൽപ്പലേക്ഷണാം അനംഗശരവിദ്ധാംഗ അകമേ ഭഗവാൻ ബുധഃ. ചെന്തൊണ്ടിപ്പഴത്തെ വെല്ലുന്ന അധരോഷ്ടങ്ങളും കുരുക്കുത്തി മുല്ലമുട്ടിന് തുല്യമായ ദന്തങ്ങളുമുള്ള സുമുഖിയായ ആ നീലത്താമര കണ്ണാളെ കണ്ടിട്ട് ഭഗവാൻ ബുധൻ അനംഗശര പീഡിതനായി അവളെ കാമിച്ചു. ശ്ലോകം 28. സാപിതം ചകമേ സുഭ്രൂ കുമാരം സോമനന്ദനം തതസ്തസ്യാശ്രമേ വത്സീദ്രമമാണാ ബുധേന സാ. അവൾക്കും സോമപുത്രനായ കുമാരനിൽ അഭിലാഷമുണ്ടായി. അതിനാൽ ബുധനോടുകൂടി രമിച്ചുകൊണ്ടവൾ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ തന്നെ വസിച്ചു. ശ്ലോകം 29. അധക്കാലേന കിയത പുനർ അവസമാത്മജം സ തസ്യാം ജനയാമാസ മിത്രാവരുണ സംഭവ. ഹേ മിത്രാവരുണപുത്ര, ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ബുധൻ അവളിൽ പുരൂരവസ് എന്ന പുത്രനെ ജനിപ്പിച്ചു. ശ്ലോകം 30. അഥ വർഷേഷു യാതേഷു കഥാചിത് സാ ബുധാശ്രമേ സ്മൃത്വാ സ്വം പൂർവവൃത്താന്തം ദുഃഖിതാ നിർജഗാമഹ. വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. ഒരിക്കൽ അവൾ ബുധാശ്രമത്തിൽ വെച്ച് തൻ്റെ പൂർവവൃത്താന്തം ഓർമ്മിച്ചു. അങ്ങനെ ദുഃഖിച്ചുകൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടു. ശ്ലോകം 31. ഗുരോരഥാശ്രമം ഗത്വാ വസിഷ്ഠസ്യ പ്രണമ്യതം നിവേദ്യ വൃത്തം ശരണം യയൗ പുംസ്ത്വമഭീപ്സതി. ഗുരുവായ വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട് വൃത്താന്തം മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കുകയും പുരുഷത്വം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ ശരണം പ്രാപിക്കുകയും ചെയ്തു. ശ്ലോകം 32. വസിഷ്ഠോ ജ്ഞാതവൃത്താന്തോ ഗത്വാ കൈലാസപർവ്വതം സംപൂജ്യ ശംഭും തുഷ്ടാവ ഭക്ത്യാ പരമയായുധഃ. വിവരങ്ങളെല്ലാം ഗ്രഹിച്ച വസിഷ്ഠൻ കൈലാസപർവ്വതത്തിലേക്ക് പോയി പരമേശ്വരനെ പൂജിച്ചിട്ട് പരമഭക്തിയോടെ സ്തുതിക്കാൻ തുടങ്ങി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.